ആ ഇറങ്ങ 12:30 ഫ്ലൈറ്റ്. ഡൽഹിയിൽ വെച്ചാ മീറ്റിംഗ്. CM മിക്കവാറും എത്തുമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നേ. ആ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ശരി ശരി. ഓ ഓക്കെ. സിദ്ധുവിന്റെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? എന്താ സിദ്ധുവിന്റെ അല്ല, ഇനിയും കുറച്ചുനാൾ ചികിത്സയിൽ കഴിയേണ്ടി വരില്ലേ? അപ്പൊ പിന്നെ MLA എന്ന സ്ഥിതിക്ക്. കഴിഞ്ഞ ദിവസം യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തിട്ട് എങ്ങോട്ടാതെ പിരിയാ ചെയ്തേ. സിദ്ധുവിനെ പോലുള്ള ഒരാളുടെ കാര്യത്തിൽ കണ്ണടച്ച് ആർക്കും ഒരു അഭിപ്രായം പറയാനും പറ്റുന്നില്ല. അതാ പ്രശ്നം. സിദ്ധു തിരിച്ചു വരുമെന്ന് തന്നെയാ എല്ലാവരുടെയും പ്രതീക്ഷ. അതുവരെ മണ്ഡലത്തിലെ കാര്യങ്ങൾ എങ്ങനെ പോകും? സിദ്ധു തിരിച്ചു വരും വരെ അടുത്ത നിയോജക മണ്ഡലത്തിൽ MLAക്ക് ചാർജ് കൊടുക്കും. അതാ നടപ്പ് രീതി. പിന്നെ സിദ്ധുവിന്റെ ഓഫീസും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ പ്രാക്ടിക്കലാണോ? അത്യാവശ്യ കാര്യങ്ങൾ നടക്കും, അത്രയേ ഉള്ളൂ. സിദ്ധുവിനെ പോലെ കഴിവുള്ള ഒരു MLA മണ്ഡലത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ ഒരിക്കലും ആവില്ല. ചിട്ടപ്പടിയുള്ളത് നടക്കും, മാത്രം തന്നെ. ആ ബാലേട്ട, അവിടെ പോയാ മീരയെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ. അവളിൽ ഒരു ശ്രദ്ധ എപ്പോഴും വേണം. അവിടെ ചെന്ന് ഓരോ തിരക്കിൽപ്പെട്ട് മറന്നു പോവല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും അവള് കാര്യമായിട്ട് എടുക്കില്ല. ആകെ ഒന്നേ ഉള്ളൂ, അത് കൈവിട്ടു പോയിട്ട് എന്തുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ദേ വരുന്നുണ്ട്. രാവിലെ തന്നെ ഇങ്ങോട്ട് പോവോ? ഓഫീസിലേക്കാവും. എന്നെങ്ങനെ അറിയാം? നമ്മളോട് പറഞ്ഞു ഇല്ലല്ലോ. ആ ബലരാമൻ ഇറങ്ങായോ? ആ മോളെവിടേക്കാ? ഓഫീസിലേക്ക് ഇറങ്ങിയതാച്ചാ. ഒരു വർക്കിന്റെ പാർട്ടിന്ന് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അവരെ വിളിച്ചത് ക്യാൻസൽ ചെയ്തേക്ക. ഇന്ന് മുതൽ നീ ഹോസ്പിറ്റലിൽ നന്ദന്റെ കൂടെ ഉണ്ടാവണം. അയ്യോ, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ക്ലയൻസ് ഒക്കെ പല സ്ഥലത്തു നിന്നുള്ളവരാ. അവരൊക്കെ അതിനുവേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്തെങ്കിലും പറഞ്ഞ അവരെ ഒഴിവാക്കിയേ പറ്റൂ. ഇനി ഞാൻ മടങ്ങിയെത്തും വരെ ഹോസ്പിറ്റലിൽ ഞാൻ ഇതുവരെ എന്താണോ ചെയ്തത് അത് തുടരാൻ എന്റെ മകൾ അവിടെ വേണം. പറഞ്ഞ മനസ്സിലായല്ലോ? അച്ഛാ, ഞാൻ പൊയ്ക്കോളാം. മുഴുവൻ സമയം അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്. അച്ഛാ, ഞാൻ ഇക്കാര്യത്തിൽ മീരി ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. നന്ദനാകെ തളർന്നു നിൽക്കുക. നീ വേണം അവന്റെ കൂടെ നിന്ന് അവനെ ആശ്വസിപ്പിക്കാൻ. പ്രഭയ്ക്കാണെങ്കിലും നിന്റെ പ്രസൻസ് വലിയ റിലീഫാ. ഈ സമയത്താ അവർക്ക് നിന്നെ വേണ്ടത്. മറ്റുള്ളവർക്ക് നമ്മളെ ആവശ്യമുള്ളപ്പോഴാ നമ്മൾ കൂടെ നിൽക്കേണ്ടത്. പറയുന്നൊന്ന് മനസ്സിലാക്ക്. അത്യാവശ്യമായ ചില കാര്യങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഡൽഹിക്ക് പോകുന്നത്. ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇവിടത്തെയും ഹോസ്പിറ്റലിലെയും കാര്യങ്ങൾ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. എല്ലാം അപ്പോൾ മീര എന്നെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കണം. ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്റെ കമ്പനി വർക്ക് ചെയ്തില്ലെങ്കിലും എനിക്ക് യാതൊന്നും വരാനില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? ഞാനിത് ഇറങ്ങാം. നീ എന്നെ എയർപോർട്ട് വരെ നാക്ക്. അച്ഛാ, അച്ഛാ, ദേ ആരാ വന്നിരിക്കുന്നേ നോക്കിയേ. മുരളീട്ടൻ താലി കിട്ടിയ ഒറിജിനൽ ഭാര്യ ഇത്, ഗൗരി. ആരോടൊന്നും പറയാൻ പറ്റില്ല. ക്ഷമിക്കണം. ഞങ്ങളെ
അച്ഛൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അച്ഛനറിയോ, +1 മുതലുള്ള പ്രണയമാണ് ഇവരുടേത്. പാവം, ഒരുപാട് കാത്തിരുന്നു. അതിനിടയ്ക്ക് കുറച്ചു നാളത്തേക്ക് എന്റെ ഭർത്താവുദ്യോഗം മുരളിയേട്ടൻ ഏറ്റെടുക്കേണ്ടി വന്നത്. ഗൗരി ആയതുകൊണ്ടാ. വേറൊരു പെണ്ണിനും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പണ്ടേ തല്ലി പിരിഞ്ഞേനെ. ഒരുപാട് സഹിച്ചു അല്ലേ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനും ഒരുപാട് സങ്കടപ്പെടുത്തി. ഇല്ല, എല്ലാം അറിഞ്ഞിരുന്നതുകൊണ്ട് ദേവികയെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. ദേവിക വീട്ടിൽ അനുഭവിക്കുന്ന സങ്കടം പറഞ്ഞ് കാണുമ്പോഴൊക്കെ ഗൗരി എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങനെയാ പറയാണ്ടിരിക്കുക? കേട്ടുകേൾവിയുള്ള കാര്യങ്ങൾ വല്ലതുമാണോ? മുരളേട്ടന്റെ അമ്മയുടെ വഴക്കും കേട്ട് ചന്ദ്രത്തെ പണി മുഴുവനും എടുത്ത് ഒരു ജന്മം മുഴുവൻ അനുഭവിക്കാനുള്ളത് ഇത്രയും കാലം കൊണ്ട് അനുഭവിച്ചു തീർത്തില്ലേ ദേവിക? എനിക്കതോർത്ത് സങ്കടമൊന്നുമില്ല ഗൗരി. പക്ഷെ മുരളേട്ടനുണ്ടായ നാണക്കേട്, അതിന് കാരണക്കാരി ഞാനാണല്ലോ എന്നോർത്ത് ഒരുപാട് ഉറക്കം പോയിട്ടുണ്ട്. കഷ്ടകാലം കഴിഞ്ഞില്ലല്ലേ? എല്ലാം ശുഭമായി അവസാനിച്ചെന്ന് വിചാരിച്ചപ്പോഴേക്കും സാരമില്ല, വരുന്നതെല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ. എനിക്ക് നന്ദുവിന്റെ കൈ പിടിച്ച് ചന്ദ്രത്തേക്ക് കയറി ചെല്ലാനുള്ള സമയമായിട്ടില്ല.